എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു. ദൈവം രക്ഷിക്കുന്നു. അപ്പോൾ അതിൽ ഇത്രയും ചെറിയ യേശു എന്ന വാക്കിൽ രണ്ട് വലിയ കാര്യങ്ങളാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 430 ഖണ്ഡികയിലാണിത് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വായിക്കാൻ പറ്റുന്നവർ വായിച്ചാൽ മതി. അതിലൂടെ വ്യക്തമാക്കുന്നത് യേശുവിൻ്റെ വ്യക്തിത്വവും ദൗത്യവും. വ്യക്തിത്വത്തിൽ യേശു ആരാകുന്നു? ദൈവമാകുന്നു. ദൗത്യത്തിൽ ആരാകുന്നു? രക്ഷകനാകുന്നു. അപ്പോൾ അത് പറയുന്നത് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു. യേശുവിൻ്റെ വ്യക്തിത്വവും ദൗത്യവും അതിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ പിള്ളേർ ചില തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ എൻ്റെ യേശുവേ എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കട്ടെ നിന്നെ, എനിക്ക് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നല്ല അർത്ഥത്തിലാണ് പറയണത്. നമ്മുടെ വീട്ടുകാർ പിള്ളേരെ ആരെങ്കിലുമൊക്കെ തെമ്മാടിത്തരം ചെയ്ത് വഴി വരുമ്പോൾ എൻ്റെ യേശുവേ അങ്ങനെ തന്നെ പറഞ്ഞോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വലിയ രഹസ്യമാണ്, വലിയ ശക്തിയാണ് എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് അനുഗ്രഹമാണ് എന്ന ബോധ്യത്തിൽ പറയണം. യേശുവേ എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കണം. ഓക്കെ, ഇനി ഞാൻ ഈ യേശുവിനെ കുറിച്ചാണ് ലോകസ്ഥാപനം മുതൽ എല്ലാ പ്രവാചകന്മാരും, പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകങ്ങളും ഈ വരാനിരിക്കുന്ന യേശുവിനെ കുറിച്ചാണ് പ്രവചിക്കുന്നതും. സങ്കീർത്തനങ്ങളെല്ലാം ഇതാണ്. വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ യേശുവിനെ ജനിക്കുന്നതിന് മുമ്പ് ഒരുപാട് പേര് തപസ്സിരുന്ന് ആ യേശു വരാൻ കാലമായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്, അവൻ ഒരു കന്യകയിൽ നിന്നാണ് ജനിക്കാൻ പോകുന്നത്. അങ്ങനെ ഇസ്രായേലിലെ കന്യകമാരെല്ലാം പ്രതീക്ഷിച്ചിരിക്കായിരുന്നു, ഇത് എന്നിലൂടെ ആകുമോ എന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കന്യകയുടെ അടുത്ത് വന്നിട്ട് മാലാഖ പറയുന്നത്, നീയാണ് ആ കന്യക. ഞാനോ? അതാണ് മറിയം. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ആ മറിയത്തിനോട് മാലാഖ പറഞ്ഞു, അവന് നീ യേശു എന്ന് പേരിടണം. കാരണം അവൻ സകലരുടെയും പാപങ്ങൾ ഏറ്റെടുക്കും. അതുപോലെ തന്നെ ഔസേപ്പിനോട് പറഞ്ഞു മാലാഖ, അവന് നീ യേശു എന്ന് പേരിടണം. എന്തുകൊണ്ടാണ്? അവൻ തൻ്റെ ജനങ്ങളുടെ സകലരുടെയും പാപങ്ങൾ ഏറ്റെടുക്കും. ഇനി നമ്മൾ പ്രധാന ഒരു കാര്യത്തിലേക്ക് വരികയാണ്. യേശു ലോകരക്ഷകനായിട്ട് എന്ത് ചെയ്തു? യേശു ജനിച്ചത് ലോകത്തെ രക്ഷിക്കാനാണ്. തൻ്റെ വചനപ്രഘോഷണത്തിലൂടെ മാത്രമല്ല ഈ രക്ഷ. പിന്നെ എങ്ങനെയാണ്? ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും, മിക്കവാറും എല്ലാവരും ഇന്ന് കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു വന്നു. നിങ്ങൾ ആ ചിത്രങ്ങളെല്ലാം കണ്ടോ ഇല്ലയോ? കണ്ടോ? ആ കുരിശിൻ്റെ വഴിയിലൂടെ ഈശോ കുരിശുമേന്തി പോകുന്നതിന് മുൻപ് തലേ ദിവസം രാത്രിയിൽ തന്നെ ഈശോ അതിഭയാനകമായ പീഡ അനുഭവിച്ചു, വേദന അനുഭവിച്ചു. ഈശോയുടെ ശരീരത്തിൽ ഭയങ്കര വേദന, മേലാസകലം വേദന. നിങ്ങളിലും ചിലർക്ക് അങ്ങനെ ഉണ്ട് ഇപ്പോൾ. മാത്രമല്ല യേശുവിൻ്റെ ശരീരം
വേർത്തു. എങ്ങനെയായിരുന്നു ആ വേർപ്പ്? രക്തം വേർത്തു. രക്തം വേർത്തിട്ട് ആ രക്തത്തുള്ളികൾ ആ ഗെത്സമനി ആ ഒലിവുമലയിലെ പാറമേലിറ്റിട്ട് വീണു. ഇന്നും വിശുദ്ധ നാട് സന്ദർശിക്കുന്നവർക്ക് അവിടെ മുത്തി ഉമ്മ വയ്ക്കാം. ആ പാറ ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാനും അവിടെ പോയി മുത്തിന്ന് മാത്രമല്ല, ഞാൻ അവിടെ ഇങ്ങനെ മുത്തി കിടക്കുമ്പോൾ ആളുകൾ വന്ന് പോണോണ്ട് ഇച്ചിരി മാറി കുറേ നേരം അങ്ങനെ കിടന്നു ആ പാറയിൽ. മേൽ ഞാൻ മുത്തി കിടക്കുമ്പോൾ ഈശോ എന്നോട് പറയുകയാണ്, അത് പിന്നെ പറയാം. ഈശോ എന്നോട് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് യേശു രക്തം വിയർത്തത്? എന്തുകൊണ്ടാണ് യേശുവിന് ഭയാനകമായ വേദന തോന്നിയതും രക്തം വിയർത്തതും എന്തുകൊണ്ടാണ്? പറയും. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാലും മതി. അങ്ങ് അകലെ ദൂരത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ അടുത്തിരിക്കുന്ന ആളോട് പറയും, എന്താണ് നിങ്ങളുടെ ഉത്തരം? മുമ്പിൽ ഇവിടെ ഇരിക്കണവർ എന്നോട് പറയും, എന്തുകൊണ്ടാണ് യേശു രക്തം വിയർത്തത്? ചെറുപ്പക്കാരൻ, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചേക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ്സെങ്കിലും പാസ്സായിട്ടുണ്ടല്ലോ. ഒന്ന് പറയും, എന്തുകൊണ്ടാണ് യേശു രക്തം വിയർത്തത്? നിങ്ങൾ പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ തോറ്റു. നിങ്ങൾ തോറ്റു. മനസ്സിലായോ? ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ? ഒരു ചാൻസ് കൂടി. എന്തുകൊണ്ടാണ് യേശു രക്തം വിയർത്തത്? നിങ്ങൾ ലീഡേഴ്സ് ഒന്നും പറയണ്ട. ഇവർ കഴിഞ്ഞ ഒരാഴ്ചയുടെ ധ്യാനമൊക്കെ കൂടി. വേദനയുടെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ. അതെന്തുകൊണ്ടാണ് ആ വേദന? നമ്മുടെ എല്ലാം പാപങ്ങൾ മൂലം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ കൊണ്ട് യേശുവിനെ എന്തുകൊണ്ട് വേദന എടുക്കണേ? ഓ, പകുതിക്ക് നിർത്തമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെയായിരുന്നത്. എന്താ ശരിയായ ഉത്തരം? ഇതുവരെ വന്നിട്ടില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് ഈശോ എന്നോട് പറഞ്ഞത്. ഞാൻ ഈശോയുടെ രക്തം വീണ ആ പാറയിൽ ഉമ്മ വയ്ക്കുമ്പോൾ ഈശോ പറയാണ്, നിനക്കറിയോ, ഇതാരും വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. എന്താണ് അവിടെ നടന്നതെന്ന് ജനത്തിന് അറിയില്ല. നമ്മൾ ഈ ഉത്തരവൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പലരും പറയാറുണ്ട്, ഈശോ ഉണ്ടാകാനിരിക്കുന്ന ഭയാനകമായ വേദനയെക്കുറിച്ച് ഓർത്തിട്ടാണെന്നും ഈശോയുടെ ഭയാനകമായ വേദനയുടെ സമയത്ത് പിതാവ് വിട്ടുന്നും. പിതാവ് എങ്ങനെ വിടണേ പുത്രനെ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒറ്റ ദൈവമാണ് അവർ. ഒരു ദൈവത്തിൽ 3 ആളുകളാണ്. ഒരിക്കലും അകറ്റാൻ പറ്റില്ല അവരെ. ഇതങ്ങ് നിങ്ങൾ മനസ്സിലാകുമ്പോഴുണ്ടല്ലോ, ഹൃദയത്തിൽ ഭയങ്കര ഒരു ആനന്ദം ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ. അതിതാണ്. അവിടെ വെച്ചാണ് യെശയ്യാ 53:6 രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ, യെശയ്യാ 53:6 രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ദൈവം അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ അകൃത്യങ്ങൾ കർത്താവ്, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, നമ്മുടെ പാപങ്ങൾ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അതവൻ ഏറ്റെടുത്തു. മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപം യേശു ഏറ്റെടുത്ത്
2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം പറയുന്നത് ഇതാണ്: എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്ത പരമപരിശുദ്ധനായ യേശു നമ്മളെ നീതീകരിക്കുന്നതിനായി, നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി നമ്മുടെ പാപങ്ങൾ യേശു ഏറ്റെടുത്തു. ഇനി ഒന്നാ ഗെത്സമനിയിൽ ഈശോ രക്തം വിയർത്ത ഭാഗം മനസ്സിലൊന്ന് ഓർത്തേ. എന്തുകൊണ്ടാണ് യേശു രക്തം വിയർത്തത്? ലോകം മുഴുവന്റെയും പാപങ്ങൾ ദൈവപിതാവ് അവനിലേക്ക് ചുമത്തി. ഇനി വ്യക്തിപരമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാപങ്ങളും അതിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരമുയർത്തിയേ. അങ്ങനെ കരമുയർത്തി പിടിക്കുക. യേശുവേ, എല്ലാവരും യേശുവേ, എന്റെ പാപങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ ഏറ്റെടുത്ത് എന്നെ പാപവിമുക്തനാക്കി. ഇത് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. അങ്ങയുടെ ശരീരത്തിൽ ഏറ്റെടുത്തു. അതിനെപ്പറ്റി അങ്ങ് വേദനിച്ചു, രക്തം വിയർത്തു. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ഈ പാപത്തെ അതിൻ്റെ വേരോടെ നമ്മളിൽ നിന്ന് മുറിക്കപ്പെടുന്നത്. അങ്ങനെയാണ് കുർബാനയിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇത് നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ഞാൻ നൽകുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. പിന്നെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ പാപങ്ങളും കടങ്ങളും പുറത്ത് പാപത്തെ, മനുഷ്യവർഗത്തിന്റെ പാപത്തെ ഉന്മൂലനം ചെയ്തു. ഒന്ന് പറഞ്ഞ എല്ലാവരും, ഉന്മൂലനം ചെയ്തു. ലത്തീൻ കുർബാനയിലെ ആമുഖ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്: ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായെ, അങ്ങ് മനുഷ്യാവതാരത്തിലൂടെ സകല മനുഷ്യരോടും ഒന്നാകുകയും മനുഷ്യവംശത്തോടൊന്നാകുകയും അങ്ങയുടെ പീഠാനുഭവത്തിലൂടെ മനുഷ്യന്റെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ മനുഷ്യവംശത്തിന് പുതുജീവൻ നൽകുകയും അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ സകല മനുഷ്യർക്കും സ്വർഗം തുറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതൊക്കെ നമ്മൾ കുർബാനയിൽ കേട്ടേക്കണതാണ്. നമ്മൾ കേൾവിക്കാരായിട്ട് അതൊക്കെ അങ്ങനെ കേൾക്കണ്ട, അത് അച്ഛൻ്റെ വേലയാണ് ഇതൊക്കെ പറയണത്, അച്ഛൻ പറയണത് നമ്മൾ കേൾക്കണം. ഇന്ന് ബലി അർപ്പിക്കുമ്പോൾ സാംസൺ അച്ഛനാണെന്ന് കുർബാനയെല്ലാം പോകണമെന്ന് തോന്നുന്നു. അച്ഛൻ ആ കുർബാന പാടി മനോഹരമായി ഈ ബലിയർപ്പണത്തിൽ നിങ്ങൾ അർപ്പിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാക്കും നമ്മളോട് ഉച്ചസ്വരത്തിൽ പറയാൻ പോകുന്നത് ഇതാണ്: യേശുവാണ് നമ്മുടെ രക്ഷകനും നമ്മുടെ പാപവിമോചകനും. കുർബാന പുസ്തകം എടുക്കാൻ വരണം. നമ്മുടെ പാപവിമോചകനും ലോകം മുഴുവൻ്റെയും പാപവിമോചകനും എന്നാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് വായിച്ചേ ഒരെണ്ണം ഇങ്ങോട്ടാ, ഇതിങ്ങോട്ടാ, വേറെ ഒരെണ്ണം അവിടെ എടുക്ക്. ദൃഢമായി ശരണപ്പെട്ടു എന്ന് ഉള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഗദ്യഭാഗം ഒന്ന് വായിച്ചേ.
കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ബലിയർപ്പണത്തിൽ കാഴ്ച സമർപ്പിക്കുന്ന സമയത്ത് അതിന് ശേഷമുള്ള പ്രാർത്ഥന, ഗദ്യരൂപത്തിലുള്ള പ്രാർത്ഥന എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ രക്ഷയ്ക്കായി, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയും തന്റെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ അതെല്ലാം അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം കേട്ടോ. മനുജകുലത്തിൻ രക്ഷയ്ക്കായി മണ്ണിലണഞ്ഞൊരു ദൈവസുധ പാവനമങ്ങേ തിരുനാമം. ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടതാ. ആരുടെ രക്ഷയ്ക്കായി? മനുജകുലത്തിൻ രക്ഷയ്ക്കായി കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നോക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് വൈദികൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും തൻ്റെ സന്നിധിയിൽ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഈ വാക്കാണ് ഞാൻ അന്വേഷിച്ചു നടന്നത്. ഹല്ലേലൂയ, കണ്ടുപിടി. ഉന്മൂലനം ഒന്ന് പറഞ്ഞ എല്ലാവരും, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്. ഉന്മൂലനം. നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു, മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു എന്നെല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്ത് നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം, യേശു തൻ്റെ രക്തം വീർക്കലിലൂടെ, പീഠാനുഭവത്തിലൂടെ, കുരിശ് മരണത്തിലൂടെ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ പാപമോചനത്തിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. പിന്നെ നമുക്ക് ആ പാപം ചെയ്യാൻ പറ്റില്ല. കാരണം ആ പാപത്തെ നമ്മളിൽ നിന്ന് ആരെടുത്ത് മാറ്റി? യേശു എടുത്തു മാറ്റി. അങ്ങനെയാണ് നമുക്ക് മാനസാന്തരം ഉണ്ടാവുന്നത്. നമ്മുടെ ജീവിതം വിശുദ്ധമായ ഒരു ജീവിതമായി മാറുന്നത്. വിശുദ്ധിക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ദൈവമാണ്. നമ്മളെ വിശുദ്ധീകരിക്കുന്നതിനായിട്ടാണ് ഈശോ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ നമുക്ക് വിശുദ്ധിയും മഹത്വമുള്ള ഒരു ജീവിതം ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമയമുണ്ട്. പെട്ടെന്ന് പേടിച്ചു പോയി. ക്ലാസ് ഇത്തിരി കഠിനമായി പോകുന്നുണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി ഞാൻ അധികം മുന്നോട്ട് പോണില്ല, സാവധാനം താഴോട്ട് വരാം. ഇപ്പം നമ്മൾ ഉച്ചകോടിയിൽ ചെന്നു. എന്ത് ചെന്നു? യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യവർഗം ഇപ്പോഴും പാപം ചെയ്യണേ? ഇതാണ് ഒരു ചോദ്യം വരണത് ഇല്ലേ? ഈ രഹസ്യം, ഇതാണ് സദ്വാർത്ത, ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം നമ്മൾ തന്നെ ഇപ്പോഴാണ് അറിയണേ ഇല്ലേ? നമ്മളിപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരിക്കലും ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേ. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അവൻ ഇതുപോലെ മദ്യപിച്ച് കള്ളു കുടിച്ച് കഞ്ചാവ് പഠിച്ച് വന്നാൽ നാളെ ഇങ്ങനെ വരികയാണെങ്കിൽ അവൻ്റെ കണ്ണക്കാല് തല്ലി ഓടിക്കും ഞാൻ. മനസ്സിലായിട്ടുണ്ടോ? അപ്പം ഞാൻ എന്ത് ചെയ്യണം?
ബ്രദർ പ്രാർത്ഥിക്കും ബ്രദറെ. ഞാൻ പറഞ്ഞു, അമ്മച്ചി അവൻ്റെ കാല് തല്ലി ഓടിച്ചോണ്ടൊന്നും കാലുകൂടി മാറുമൊന്നുമില്ല. മാറുമോ? അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം ബ്രദറെ? ഞാനൊരു അമ്മയല്ലേ? ബ്രദറൊന്ന് മനസ്സിലാക്കി. എനിക്ക് കരച്ചിലായി. ഞാൻ പറഞ്ഞ്, അമ്മയാണെന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ എന്ത് പറയണം? ഞാൻ പറഞ്ഞുതരാം.